ഈ തമിഴ് പടം 2 അത് കഴിഞ്ഞിട്ട് ഞാൻ തമിഴിൽ നിന്ന് കാണുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സ്പൂഫ് മൂവിയാണ് ഇന്ത്യൻ 2. ഒരു പക്ക സ്പൂഫ് പടം. ചിരിച്ചിരിച്ച് ഒരു വഴിയാവും. ഈ പടം തുടങ്ങി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊരു പക്ക മണ്ണ് പടമാണ്. പൈസയും പോയി, സമയം പോയി, മഴയും കൊണ്ട് വെറുത്തു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കഥറൽസ് പാട്ട് വന്നത്. അവിടെ മുതൽ ചിരിക്കാൻ തുടങ്ങിയതാണ്. ഈ നിമിഷം വരെ എനിക്ക് ചിരി നിർത്താൻ പറ്റിയിട്ടില്ല. ഓരോ സീൻ ആലോചിക്കുമ്പോൾ പോലും ആ കഥറൽസ് പാട്ടിലൊക്കെ ഇടുന്ന ഓരോ സ്റ്റെപ്പൊക്കെ ഉണ്ട് മോനെ. നിലത്ത് പോയി, ഞാൻ സീറ്റിൽ നിന്ന് പോയി നിലത്ത് വീണ്, അങ്ങനെ വീണ് ചിരിക്കും നമ്മൾ. പിന്നെ അങ്ങോട്ട് ഈ സിനിമ നിങ്ങൾ ആസ്വദിക്കും. സോ നിങ്ങൾ ഈ സിനിമയ്ക്ക് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പെട്ടു എന്ന് മനസ്സിലായിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒറ്റയ്ക്ക് പോകരുത്. മിനിമം ഒരു 5-6 പേരും കൂടി പോവുക. ഒരു എല്ലാ ഫ്രെയിമും അർമാദിക്കുക, ആഘോഷിക്കുക. അതിന് വേണ്ട എല്ലാം ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവർ കഴിഞ്ഞൊരു 4-5 വർഷക്കാലത്തിനിടയിൽ ഞാൻ ഇത്രയധികം അർമാദിച്ച് ചിരിച്ച ഒരു സിനിമ വേറെ ഇല്ല തിയേറ്ററിൽ നിന്ന്. സോ അങ്ങനൊരു മികച്ച സ്പൂഫ് എക്സ്പീരിയൻസ് തന്ന ഇന്ത്യൻ ടീമിന് ഏറെ നന്ദി. കാരണം ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്. ആൻഡ് ഞാൻ പ്രതീക്ഷിച്ചതിന് മേലെ എനിക്ക് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ് സിനിമയിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. കാരണം ഇതൊരു പക്ക മണ്ടപ്പെടാണെന്ന് ഓൾറെഡി നമുക്കൊരു ആദ്യത്തെ 10 മിനിറ്റ് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ട്രാക്ക് മാറിയിട്ട് ചിരിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് വയ്യ, അതിനെ ഓർക്കാൻ പോലും വയ്യ. ആൻറ്റി ഗ്രാവിറ്റി താത്ത നമ്മളെ ചിരിപ്പിച്ച് അർമാദിപ്പിക്കും. സോ പോയി എൻജോയ് ചെയ്യുക, അർമാദിക്കുക, ആഘോഷിക്കുക എന്നെനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ ബാക്കി പാർട്ട് അത് ഇതൊക്കെ പോട്ടെ. സോ ഒരു 3 മണിക്കൂർ ഇരുന്ന് വെറുക്കാതെ അതിൻ്റെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് മാത്രം വെറുത്ത് ബാക്കി അങ്ങോട്ട് കഥറൽസ് മുതൽ അങ്ങോട്ട് കതറി അർമാദിക്കുക. ഈ നമ്മൾ യൂട്യൂബിൽ കാണുന്ന സാധനം ഒന്നും അല്ല ഈ കഥറൽസ്. എനിക്ക് വയ്യത് പറയാൻ. ഞാൻ ഈ കസേരൊന്നും ഞാൻ താഴെപ്പോവും. അതൊന്നും ഞാൻ പറയുന്നില്ല. പോയി കാണുക. കിടിലം പടം, ഒരു രക്ഷയില്ല.